വെൽക്കം ടു ബുദ്ധസ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 6.9 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ പഴങ്ങനാട് സമർട്ടൺ ഹോസ്പിറ്റലിനും ബസ് റൂട്ടിനുമൊക്കെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK ഇൻഡിപെൻഡന്റ് ഹൗസിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. 6 സെന്റ് സ്ഥലത്ത് 1870 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സൗകര്യവും അതുപോലെ തന്നെ 3 കാർ പാർക്കിംഗ് സൗകര്യത്തോടും കൂടിയ ഈ ഒരു വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ കൂടിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടിന് 3 BHKയിൽ 2 ബെഡ്റൂമുകളും താഴത്തെ നിലയിൽ തന്നെയാണ് വരുന്നത്. വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 3 മീറ്ററിലധികമാണ് ഇവിടെ ഇൻറ്റേർണൽ റോഡ് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗേറ്റിനോടും വീടിൻ്റെ എലിവേഷനോടും മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ നൽകി സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇൻ്റർലോക്ക് കട്ടകൾ വിരിച്ച വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് 3 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 18.5 അടിയിലേറെ നീളവും 9 അടി വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാർ പോർച്ചിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ചെറിയ സീറ്റിംഗ് യൂണിറ്റും കോർണറായി വരുന്ന പില്ലറിന് ടെക്സ്ചർ വർക്കുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു എൻഡിലായിട്ട് പർഗോളകളും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് സൈഡായ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 11.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്ക് കട്ടകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മറ്റ് 2 കാർ പാർക്കിംഗ് സൗകര്യം നമുക്ക് ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ ചെയ്യാനുള്ള സ്പേസൊക്കെ നമുക്ക് ഇവിടെയായിട്ട് ലഭിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 6.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഇൻ്റർലോക്കിംഗ് കട്ടകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ട് വലുപ്പമുള്ള ഒരു വർക്ക് ഏരിയയ്ക്കുള്ള സ്പേസ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ വെജിറ്റബിൾ ഗാർഡൻ ചെയ്യാനുള്ള സ്പേസും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിട്ട് വരുന്നത്. ഈ ഒരു ഭാഗത്തും ഇൻ്റർലോക്കിംഗ് കട്ടകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് ചുറ്റും നൽകി തന്നെയാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 12 അടി നീളവും 5.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. കോർണറിലായിട്ട് വളരുന്ന പില്ലറിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു എൻഡിലായിട്ട് ഷൂ റാക്ക് നൽകിയിട്ടുണ്ട്. ഷൂ റാക്കിൻ്റെ മുകളിലേക്ക് ഭംഗിയായിട്ട് ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും അതുപോലെ തന്നെ LED ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ ടീക്ക് വുഡിൽ ഒറ്റപ്പാളയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനാണ് ഡോറിന് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. 16 അടി നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ളൊരു സോഫ സെറ്റിനും കോഫി ടേബിളിനുമുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നു. മെയിൻ ഡോറിനോട് ചേർന്ന് തന്നെ ഒരു പൂജ ഐറ്റംസ് വെക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ രൂപക്കൂടിനോ ഉള്ള ഒരു യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ഒരു സ്റ്റോറേജോട് കൂടിയാണ് ഈ ഒരു യൂണിറ്റ് വന്നിരിക്കുന്നത്. ആ ഒരു യൂണിറ്റിനോട് ചേർന്ന് തന്നെ ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു വിൻഡോയും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നോർത്ത് സൈഡിലായിട്ടാണ് നമ്മുടെ TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് വുഡൻ ടെക്സ്ചറിൽ തന്നെയാണ് TV യൂണിറ്റ് കംപ്ലീറ്റ്ലി ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജും സൈഡിലായിട്ടെല്ലാം ഡക്ക സ്പേസ് ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ലിവിംഗ് സ്പേസിൽ നിന്നാണ് താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ടാണ് താഴെ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. കൂടാതെ സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്.
സ്റ്റെയറിൻ്റെ ഈ പോർഷനും ഡൈനിങ്ങിലേക്ക് വരുന്ന ഭാഗത്തും എല്ലാം തന്നെ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് ഒക്കെ നൽകി സ്പോട്ട് ലൈറ്റിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് ലഭിക്കുന്നത്. 13 അടിയോളം നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സെറയുടെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ബാക്ക് സൈഡിലെല്ലാം ടൈലാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. കൂടാതെ സൈഡിലായിട്ട് ഒരു ഡെക്കർ സ്പേസും അതിനോട് ചേർന്ന് തന്നെ ഒരു പാർട്ടീഷനും നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെയാണ് ഒരു ക്രോക്കറി യൂണിറ്റ് വരുന്നത്. ഇനി അതിൻ്റെ ഗ്ലാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. താഴെയും സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. സീലിംഗ് വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറിയാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി-ഗാർഡിൻ്റെ പോളിക്യാബിൻ്റെ വയേഴ്സും വി-ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലാണ് വന്നിരിക്കുന്നത്. വെട്ടുകല്ലിലാണ് ഈ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ആഞ്ഞിലി, പ്ലാവ്, തേക്ക് എന്നീ തടികളാണ് ഈ ഒരു വീടിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ക്ലോസ്ഡ് കിച്ചൺ വരുന്നത്. വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് കിച്ചൻ്റെ ഡോറ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു കിച്ചണിന് 11.5 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോയും ഒരു സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് വരുന്നത്. 2 ലെയറായിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം പവർ പോയിൻറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസ് കൂടാതെ നമുക്ക് ചെറിയൊരു സ്റ്റോർ റൂം സ്പേസ് കൂടെ കിട്ടുന്നുണ്ട്. അവിടേക്ക് പോകുമ്പോഴും ഈ ഒരു സൈഡിലായിട്ട് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഫ്രിഡ്ജിനുള്ള പോയിന്റ് വരുന്നത്. ഈ ഒരു സ്റ്റോർ റൂം സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ വലുപ്പമുള്ളൊരു കബോർഡ് തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. കൂടാതെ ഒരു സിംഗിൾ ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. മെയിൻ കിച്ചൺ കൂടാതെ നമുക്ക് ഇവിടെയായിട്ട് ഒരു സെക്കൻഡറി കിച്ചൺ ലഭിക്കുന്നുണ്ട്. 7 അടി നീളവും 3.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിനായി ഉള്ളത്. ഇവിടെ വലുപ്പമുള്ളൊരു സിങ്കാണ് നൽകിയിരിക്കുന്നത്. ഒരു ടാപ്പ് വരുന്നുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് വരുന്നുണ്ട്. ഈസ്റ്റിലേക്ക് 2 ഡോറിൻ്റെ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ വലുപ്പമുള്ളൊരു വാൾഡ്രോബ് തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാൾഡ്രോബ് കൂടാതെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഡ്രസ്സിംഗ് യൂണിറ്റിനുള്ളിൽ മിററിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. വാട്ടർ ക്ലോസറ്റും വാഷ് കൗണ്ടറും എല്ലാം സോമനിയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സെറയുടെ ഡൈവേർട്ടറാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിന് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീട്ടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 10.5 അടിയിലേറെ നീളവും 8.5 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു കോർണറിലേക്ക് മാറി ഡ്രസ്സിംഗ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ബെഡ്റൂം സ്പേസ് പോകാതെ തന്നെയാണ് നമുക്ക് ഇവിടെയായിട്ട് ഒരു 2 ഡോറിൻ്റെ വാൾഡ്രോബ് ലഭിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. സോമനിയുടെയും സെറയുടെയും ഫിറ്റിംഗ്സ് ആണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. കൂടാതെ എക്സോസ്റ്റ് ഫാനുള്ള പോർഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ എസ്എസും വുഡും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന് ഈസ്റ്റിലേക്ക് ഒരു സിംഗിൾ ഡോർ വിൻഡോയും അതുപോലെ തന്നെ സൗത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ട് വരുന്നത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് വരുന്നത്. 9.5 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് മുകൾത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി ഒരു സ്റ്റഡി ടേബിളും ബുക്ക് ഷെൽഫും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകൾത്തെ നിലയിലെ ബെഡ്റൂം, അതായത് 3rd ബെഡ്റൂം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയിലേറെ നീളവും 10 അടിയോളം വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 4 ഡോറിൻ്റെ വലുപ്പമുള്ളൊരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമുക്കൊരു ഡ്രസ്സിംഗ് യൂണിറ്റും ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ഒരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്.
വാട്ടർ ക്ലോസറ്റും വാഷ് കൗണ്ടറും എല്ലാം സോമനിയുടെ ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. സെറയുടെ ഡൈവേർട്ടാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിന് എക്സോസ്റ്റ് ഫാനുള്ള പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ഓപ്പൺ ടെറസ് വരുന്നത്. 35 അടിയോളം നീളവും 15.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റും മുകളിലെ ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിട്ടുണ്ട്. ഈ സ്പേസ് നമുക്ക് 4th ബെഡ്റൂമിനോ അല്ലെങ്കിൽ സ്റ്റഡി റൂമിനോ അല്ലെങ്കിൽ യൂട്ടിലിറ്റി സ്പേസിനോ ഒക്കെയാക്കി കൺവേർട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്കിനി ഈ വീടിൻ്റെ ബാൽക്കണിയുടെ ഡീറ്റെയിൽസിലേക്ക് വരാം. 9.5 അടിയിലേറെ നീളവും 7 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ചെറിയൊരു പോർഷൻ മാത്രമാണ് കവർ ചെയ്തിരിക്കുന്ന ഭാഗത്ത് സീലിങ്ങിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് നമുക്കൊരു പ്ലാന്റർ ബോക്സും വരുന്നുണ്ട്. അത്യാവശ്യം പ്ലാന്റ് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഓപ്പൺ ബാൽക്കണിയായിട്ടാണ് ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SS-ലാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 600 മീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.9 കിലോമീറ്റർ, കാക്കനാടേക്ക് 8.4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 10 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 10 കിലോമീറ്റർ, കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും 6.8 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ, സമർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 1 കിലോമീറ്റർ, വണ്ടർല അമ്യൂസ്മെന്റ് പാർക്കിലേക്ക് 6.3 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 6 സെന്റ് സ്ഥലത്ത് 1870 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 3 കാർ പാർക്കിംഗ് സൗകര്യമുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്നത് 76 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ തന്നെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ വീടുകൾ സ്വന്തമാക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.